വാർത്തകൾ വിശദമായി. ഇന്ന് ലോക സംഗീത ദിനം. ഭാഷ കൊണ്ടല്ല, ഹൃദയം കൊണ്ട് ആസ്വദിക്കപ്പെടേണ്ടതാണ് സംഗീതം. മാനസിക പിരിമുറുക്കങ്ങളെ ഒരു മിനിറ്റ് കൊണ്ട് ഇല്ലാതാക്കാൻ ഒരു ഗാനത്തിന് കഴിയുമെങ്കിൽ തളർന്ന ശരീരത്തെ ഉദ്ദീപിപ്പിക്കാൻ വരെ സംഗീതത്തിന് കഴിവുണ്ട്. മനസ്സിനും ശരീരത്തിനും ഇതിനാൽ സംഗീതം ഒരു മരുന്ന് കൂടിയാണ്. നാടൻ പാട്ടും കൊയ്ത്തുപാട്ടും മാപ്പിളപ്പാട്ടുമൊക്കെയുള്ള ഒട്ടേറെ ഗാനശാഖകൾ നിറഞ്ഞതാണ് മലയാളിയുടെ സംഗീത സംസ്കാരം. വരികളിലെ താളം കൊണ്ടും ഇമ്പമാർന്ന ഗാനാലാപന രീതി കൊണ്ടും നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുള്ള നാടൻ പാട്ടുകളുടെ ഒരു വിരുന്നു തന്നെ മലയാളിക്ക് സമ്മാനിച്ച കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ് ഈ സംഗീത ദിനത്തിൽ ഓർക്കിഡ് ചാനലിൽ അതിഥിയായി എത്തുന്നത്. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനെ ഓർക്കിഡ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അവരുടെ ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. സന്തോഷം. നമ്മുടെ ജീവിതത്തിലെ അക്ഷരം കൂട്ടിപ്പറയാൻ തുടങ്ങുന്ന കാലഘട്ടം മുതൽ മരണക്കിടക്ക വരെ ഒരു മനുഷ്യായുസ്സിനെ എപ്പോഴും സന്തോഷിപ്പിക്കാൻ പോകുന്ന ഒന്നാണ് സംഗീതം. സത്യത്തിൽ ഒരു വിനോദോപാധി മാത്രമാണോ മലയാളിക്ക് സംഗീതം? മലയാളിയുടെ സംഗീത പാരമ്പര്യം തന്നെ വളരെ നീണ്ടതാണ്. മനുഷ്യൻ്റെ സംഗീത പാരമ്പര്യം പോലെ തന്നെ. കാരണം ആദ്യ ഉഷസ് തൊട്ട് വേണമെങ്കിൽ സംഗീതം ഉണ്ടാവാം. അത് പ്രകൃതിയുടെ സംഗീതമായിട്ടും അധ്വാനിക്കുന്ന മനുഷ്യൻ അവൻ്റെ തൊഴിലിൻ്റെ അധ്വാനത്തിൻ്റെ ആയാസമാക്കി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ നടത്തിയ ഒരുപാട് ഭക്തിയും അതുപോലെ ഈശ്വരനും തൊഴിലും എന്തെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത കാലത്ത് തന്നെ സംഗീതത്തിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിൻ്റെ പാരമ്പര്യം തുടങ്ങുന്നത് പഴയ തൊഴിലാളി വർഗത്തിൻ്റെ അല്ലെങ്കിൽ അധ്വാനിക്കുന്നവൻ അവൻ്റെ ആയാസം കുറയ്ക്കുന്ന അധ്വാനത്തിൻ്റെ ആയാസം കുറയ്ക്കാൻ വേണ്ടി ചെയ്ത ഉപാധികളോടെ വന്നൊരു സംഗീതമുണ്ട്. അതിൻ്റെ പിന്മുറയാണെന്ന് മലയാളത്തിൻ്റെ സംഗീതമായിട്ട്. അത് മലയാളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ലോകത്തെ ഏത് സംസ്കാരത്തിനും അതിൻ്റെ സംഗീതം ഉണ്ടായിരുന്നു. നമുക്കത് വേർതിരിച്ചറിയാം ഏത് ഭാഷയുടെ സംഗീതമാണെന്ന്. സംഗീതം മൂളിയാൽ നമ്മൾ പറയുന്നത് അറബാണ് എന്ന് പറയും, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷാണ് എന്ന് പറയും, അത് തമിഴാണ് എന്ന് പറയും. ഒരുപക്ഷെ നമ്മളത് കൂടുതൽ പറയിപ്പിക്കും. ഈ ദ്രാവിഡ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗീതമാണ് നമ്മളെ കൂടുതൽ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നി ആദിവാസി മേഖലകളിലുണ്ടായിരുന്ന സംഗീതങ്ങൾ മുഴുവൻ എല്ലാം ഒരുപോലെയായിരുന്നു. കാരണം കേരളത്തിലെ ആദിവാസികളുടെ സംഗീതം ആഫ്രിക്കയിലെ ആദിവാസികളുടെ സംഗീത ഉപകരണങ്ങളൊക്കെ ആയിട്ട് അവരുടെ ട്യൂണുകളായിട്ട് എല്ലാം ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ മലയാളത്തിൻ്റെ സംഗീതം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കം. കാരണം കീഴാള ജനത ഉണ്ടാക്കിയിട്ടുള്ള സംഗീതത്തിൽ നിന്നാണ് ക്ലാസിക് സംഗീതങ്ങൾ പിന്നീടുള്ള ആളുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ തുയിലൊത്തുപാട്ടായിട്ടും തോറ്റംപാട്ടായിട്ടും ചേത്തമ്പാട്ടായിട്ടും ഭഗവതിപ്പാട്ടും വയറുകളിയുടെ പാട്ടുകളൊക്കെ പരിശോധിച്ചാൽ അതിലൊക്കെ തന്നെ സംഗീതം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്ന ഗാനം ഇന്നും പുതുമയോടെ മലയാളിയുടെ ചുണ്ടിൽ ആ ഗാനമുണ്ട്. ഓർമ്മകളിലെ ആ വരികളുടെ ഉത്ഭവം എങ്ങനെയാണ്? അല്ല, അതിൻ്റെ ആദ്യത്തൊരു രണ്ടു വരി നാടൻ പാട്ടിൽ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നുള്ളത് ഞാൻ ഒരു നാടൻ പാട്ടിൽ നിന്ന് എടുത്തിട്ട് ഒരു ആവശ്യം വന്നപ്പോൾ പിന്നീട് അത് ഒരു പാട്ടാക്കി ഞാൻ മാറ്റിയതാണ്. അതുകൊണ്ടാണ് അതിന് പിന്നീട് ഒരു നാടൻ പാട്ടിൻ്റെ ലാളിത്യം ഉണ്ടാവാനും വരികൾ വളരെ ശ്രദ്ധിച്ച് അതൊരു നാടൻ പാട്ട് പോലെ തന്നെ എഴുതണം എന്ന് കരുതിയതാണ്. അത് ആളുകൾ ഏറ്റുപാടുമെന്നോ ഏറ്റെടുക്കുന്നോ ഒന്നും നിശ്ചയമുണ്ടായിരുന്നില്ല. കാരണം ഞാനതൊരു ആവശ്യത്തിനായിരുന്നു അന്ന് ചെയ്തത്. ഒരു സംഘത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികളുടെ സംഘത്തിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ അതിലുള്ളത് ഈ സംഗീതം എന്താണ്? ഈ നാടൻ ദ്രാവിഡ സംഗീതമാണ്. ആ സംഗീതം എന്ന് ആളുകൾക്ക് അത് ഉള്ളിലുള്ള ഇപ്പോൾ നാടൻ പാട്ടൊക്കെ ആൾക്കാർ ആസ്വദിക്കപ്പെടുന്നത് ഒരുപാട് നാടൻ പാട്ടുകളുടെ ഗ്രൂപ്പുകളില്ല പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ ആയിട്ട് ഉള്ളൊരു കാലമാണ് ശരിക്കും. അത് എന്തുകൊണ്ടാണ് ഒരു സംഗീതം? അത് ആദ്യമ ബോധം, മനുഷ്യനുള്ളിലുള്ളൊരു ചിന്ത, ദ്രവീഡിയൻ താളം. അപ്പോൾ അത് എപ്പോഴും നമ്മളെ മനസ്സിനെ മതിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നാടൻ പാട്ടുകൾ പാടുന്ന ഒരുപാട് സംഘങ്ങളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് നമുക്ക്. അപ്പോൾ അവരുടെയൊക്കെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഈ ബോധം, നമ്മുടെ ഞരമ്പുകൾ ത്രസിക്കുന്ന ഒരു ബോധം ഉണ്ടാക്കുന്നത് നമ്മളായിട്ടുള്ള നമ്മുടെ ജീവ നാടിയിലുള്ളൊരു താളായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ആ ഗാനത്തിന്റെ ഒരു രണ്ടു വരി എന്ന് ചൊല്ലാം. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചന്തയങ്ങാ നിറമില്ലേലും ചന്താമാര കണ്ണില്ലേലും, മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമുട്ടിൻ പല്ലില്ലേലും, എന്നാലെന്തേ കുഞ്ഞിപ്പെണ്ണെ നിന്നെ കാണാൻ ചന്തം തോന്നും, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ആണൊരുത്തൻ വന്നില്ലല്ലോ. നിന്നെ കാണാൻ
നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ല. ഈ സംഗീത ദിനത്തിൽ പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു സന്ദേശം? അല്ല, നമുക്ക് പാട്ട് ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ പാട്ടുകൾ ഇടപെടുന്നുണ്ട്. ചിലപ്പോൾ അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട്. നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം, കാറിൽ കയറുമ്പോൾ, ബസ്സിൽ കയറുമ്പോൾ, അതുപോലെ നമ്മൾ ചെല്ലുന്ന കടകളിലൊക്കെ പാട്ടുകളുടെ ഒരു അതിപ്രസരം ആണോ എന്ന് തോന്നിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെയല്ല, ഒരുപാട് ചാനൽ മാറ്റിമറിച്ച് വയ്ക്കുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നത് പാട്ടാണ്. പക്ഷേ പാട്ടാണ് കേൾക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്കത് സന്തോഷമാണ് തരുന്നത്. പല പാട്ടുകളും അതിൻ്റെ സംഗീതം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇന്നത്തെ സംഗീത ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, സംഗീതം ആണ് വാക്കുകൾക്ക് കൂടുതൽ. ഇപ്പോൾ ഞാനൊരർത്ഥമുള്ള വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അർത്ഥം കൂടുതൽ ധനിപ്പിക്കുന്നതിന് അതിനാവശ്യമായ സംഗീതം ഉണ്ടാവും. എല്ലാവരുടെ മനസ്സിലും സംഗീതമുണ്ട്, എല്ലാവരുടെ വർത്തമാനങ്ങളിലും സംഗീതമുണ്ട്. പ്രകൃതി പല രീതിയിൽ പാട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാറ്റായിട്ടും മരങ്ങളായിട്ടും മർമരങ്ങളായിട്ടും കടലായും പുഴയായും വളങ്ങളായും കുഞ്ഞോളങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാകുന്നത് തന്നെയാണ് സംഗീതം. എല്ലാവരുടെ ഉള്ളിലും എല്ലാവരുടെ ജീവിതത്തിലും ഈ താളമുണ്ട്. അത് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സത്യസന്ധമായ സ്നേഹം ഉണ്ടാക്കുന്ന ഒരു താളം എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. വളരെ നന്ദി. ഈ സംഗീത ദിനത്തിൽ വളരെ തിരക്ക് പിടിച്ച ഏങ്ങണ്ടൂർ ചന്ദ്രശേഖരൻ എന്ന കവിയുടെ ജീവിതത്തിൽ നിന്ന് ഒരല്പസമയം ഓർക്കിഡ് പ്രേക്ഷകർക്കായി സമയം കണ്ടെത്തിയതിന് പ്രേക്ഷകരുടെയും ഓർക്കിഡ് ചാനലിന്റെയും എല്ലാവിധ ആശംസകളും ദീർഘായുസ്സും നേരുന്നു. സന്തോഷം. വിരലൊടിച്ചു കുത്തിയാലും മുള വരുമെന്ന് പഴമക്കാർ പറയുന്ന തിരുവാതിര ഞാറ്റുവേല പിറന്നു. തിരുമുറിയാതെ മഴ പെയ്യുമെന്നതാണ് തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകത. കേരളീയർക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന ഒന്നാണ് ഞാറ്റുവേല. കാലത്തെ അളന്നു മുറിച്ച് കൃഷിക്കും മറ്റ് ജീവിതാവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തിയ മഹത്തായ ഒരു കാർഷിക സംസ്കൃതിയുടെ ബാക്കി പത്രമാണ് നാളും ഞാറ്റുവേലകളും. സൂര്യന്റെ ചാക്രിക ചലനത്തെ ആസ്പദമാക്കിയാണ് ഞാറ്റുവേലയുടെ കാലഗണന. 13.5 ദിവസമാണ് ഈ ഞാറ്റുവേല ഉണ്ടാവുക. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളക് കൃഷിക്കാണ് ഞാറ്റുവേലയിൽ പ്രാധാന്യം. കുരുമുളക് ചെടിയിൽ തിരിവിരിയുന്നത് തിരുവാതിര ഞാറ്റുവേലയിലാണ്. താന്യം പഞ്ചായത്തിലെ 15ഓളം പോളി ഹൌസുകളിൽ തിരുവാതിര ഞാറ്റുവേലയിൽ തൈകൾ ഒരുങ്ങി. പോളി ഹൌസ് കൃഷിക്ക് അന്തിക്കാട് ബ്ലോക്കിൽ നെടുനായകത്വം വഹിക്കുന്ന വാലത്ത് രാജൻ എന്ന കർഷകൻ ഈ അവസരത്തിൽ ഏറെ സന്തുഷ്ടനാണ്. ഞാറ്റുവേലയൊക്കെ വിശ്വാസമുണ്ട്. ഞാറ്റുവേലയിൽ എന്തൊക്കെ തൈകളാണ് നമുക്ക് നടാനായിട്ട് ഇപ്പോൾ ഈ ഇത്തരം യൂണിറ്റുകളിലൂടെ നട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും? നമ്മളിപ്പോൾ നമുക്ക് എല്ലാ തരം പച്ചക്കറികളും ഇപ്പോൾ ഇതിപ്പോൾ ഈ പോളി ഹൗസിനകത്തുള്ള ഒരു പ്രത്യേകത, ഒരു കാലാവസ്ഥ നോക്കാതെ തന്നെ ചെയ്യാവുന്നതാണ് ഈ പോളി ഹൗസ്. സംരക്ഷിത കൃഷി എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ ഞാറ്റുവേലയുടെ ഒരു ചേഞ്ച് വരുന്നതിന് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വിത്തുകളൊക്കെ പാവിയിരിക്കുന്നത്. ഇപ്പോൾ തിരുവാതിരയിൽ വയ്ക്കാൻ വേണ്ടി വെണ്ട, വഴുതന, മറ്റേ പച്ചമുളക്, മറ്റേ കയ്പയുണ്ട്, മറ്റേ പയറുണ്ട്, ഇങ്ങനെ എല്ലാ വിത്തുകളും ഈ മുളപ്പിച്ച് ഈ ഞാറ്റുവേലയോടുകൂടെ വയ്ക്കും. പിന്നെ പുറത്ത് വയ്ക്കാവുന്ന ചെടികൾ ഇതൊക്കെ നമ്മൾ പ്ലാന്റ് ചെയ്യും. മാവ്. വർഷകാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറത്തുള്ള കൃഷി വളരെ ദുഷ്കരം പിടിച്ച ഒരു പ്രവൃത്തിയാണ്. ഈ കാലഘട്ടത്തിൽ ഇത്തരമുള്ള കൾട്ടിവേഷൻ കേന്ദ്രങ്ങളിലൂടെ നമുക്ക് ഉൽപാദനം സാധിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു. 100% വിശ്വസിക്കുന്നു. അതാണ് ഈ മഴമുറ, ഈ പറയുന്ന പോളി ഹൗസിന്റെ ഒരു ഒറ്റ പ്രയോജനം എന്ന് പറഞ്ഞത് അതാണ്. നമുക്കിപ്പോൾ നാട്ടിലുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വർഷക്കാലം വന്നാലില്ല, കടുത്ത വേനൽ വന്നാലില്ല. ഇതിനകത്ത് ഏത് സീസണില്ല, 3 സീസണിലും സമൃദ്ധിയായിട്ട് പച്ചക്കറി ഉണ്ടാക്കാൻ കഴിയും. അതിപ്പോൾ നമ്മൾ 2 കൊല്ലം കൊണ്ട് ഞാൻ നടത്തുന്നു. ഇപ്പം ഞങ്ങളിവിടെ 22 പോളി ഹൗസാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിൽ, 15 എണ്ണം. മറ്റേ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ 25 പോളി ഹൗസ് നിർമ്മാണം വിവിധ ഘട്ടത്തിലിരിക്കുകയാണ്. അടുത്ത വർഷം ഈ സീസൺ ആകുമ്പോൾ ഞങ്ങൾ ഫുൾ ഫ്ലഡ്ജ് പച്ചക്കറി ഉണ്ടാക്കാൻ കഴിയും ഈ അന്തിക്കാട് പഞ്ചായത്തിൽ, അന്തിക്കാട് ബ്ലോക്ക്. ചെലവേറിയ ഒരു കൃഷിയാണോ? അത് ഇനീഷ്യൽ എക്സ്പെൻസ് ചിലവുള്ളൂ, പിന്നീട് ചിലവൊന്നുമില്ല. പിന്നെ ഒരു കൃഷിക്ക് വരാവുന്ന ചിലവ് എന്ന് പറഞ്ഞപ്പോൾ ഇതിന് ഞങ്ങൾക്കൊരു കൂടി വന്നാൽ ഒരു 2000-3000 രൂപ പിന്നത്തെ ചിലവുള്ളൂ. ഇപ്പോൾ ഈ പച്ചമുളക് മറ്റുള്ളത് അതിലൊരു എക്സ്പെൻസ് വരുന്നത് കുക്കുംബർ ഇടുമ്പോൾ കുറച്ച് ചിലവ്, വിത്തിന് തന്നെ 5500-6000 രൂപയുടെ വിത്ത് വേണ്ടി വരും.
ബാക്കിയുള്ളതൊക്കെ 250 രൂപ. പയറുകണ ഇതിൽ കൃഷി ചെയ്യണമെങ്കിൽ 250 രൂപയുടെ പയറേ വേണ്ടു, പയർ വിത്തേ വേണ്ടു. പിന്നെ വളമെല്ലാം കൂടെ നമുക്കൊരു 1000 രൂപയ്ക്കകത്തുള്ള ഇത് വരും. പിന്നെ നമ്മളിതിപ്പോൾ പഞ്ചായത്തിൽ 25ഓളം പോളി ഹൗസുകളാണ് അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഉയരാൻ പോകുന്നത്. 6 മാസത്തിനുള്ളിൽ ഇവയിൽ നിന്നെല്ലാം അന്തിക്കാട് ബ്ലോക്കിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും നൽകാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഈ കർഷകൻ. ഒരു ദിവസത്തിൽ 2 മണിക്കൂർ കൃഷിക്കായി നീക്കിവെക്കാൻ മനസ്സ് കാണിച്ചാൽ ഒരു കുടുംബത്തിന് അന്തസ്സായി ജീവിക്കാനുള്ള തുക ലഭിക്കുമെന്നാണ് ഈ കർഷകന്റെ അനുഭവ സാക്ഷ്യം. വർഷത്തിൽ ലഭ്യമാകുന്ന കടുത്ത വേനലില്ലാത്തതും മഴയില്ലാത്തതുമായ ഒരു ചെറിയ സീസൺ മാത്രമാണ് നമുക്കിപ്പോൾ പച്ചക്കറി കൃഷി ഇറക്കാൻ സാധിക്കുന്നത്. എന്നാൽ നാട്ടിൽ പോളി ഹൗസുകൾ ഈ കൃഷി രീതിയെ മാറ്റി മറിക്കുകയാണ്. വർഷത്തിൽ എല്ലാ ദിവസവും പച്ചക്കറി കൃഷി ഇറക്കുകയും വൻ നേട്ടം കൊയ്യുകയുമാണ് ഈ രീതിയിലൂടെ. 10 സെന്റ് സ്ഥലമുള്ള ആർക്കും 400 സ്ക്വയർ മീറ്ററിൽ ഇന്ന് ഒരു പോളി ഹൗസ് സ്ഥാപിക്കാം. 5.25 ലക്ഷം രൂപ ചിലവ് വരുന്ന പോളി ഹൗസിന് മുഴുവൻ സംഖ്യയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോൺ അനുവദിക്കും. ഇതിൽ 75% തുകയും സബ്സിഡിയായി ലഭിക്കും. 1000 കട കുക്കുംബറിൽ 3 മാസത്തിനുള്ളിൽ 3 ടൺ വിള ലഭിക്കും. അതുപോലെ വെണ്ട, തക്കാളി, ചീര, പച്ചമുളക്, കാബേജ്, കോളിഫ്ലവർ, പയർ തുടങ്ങിയ എല്ലാ പച്ചക്കറികളും പോളി ഹൗസിലൂടെ കൃഷി ചെയ്യാം. കയ്പ മാത്രമാണ് ഇതിലൂടെ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ട്. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ കുണ്ടോളിക്കടവ് പാലത്തിന് സമീപം 2 ദിവസമായി പ്രത്യക്ഷപ്പെട്ട കടന്നൽക്കൂട് നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തുന്നു. പാലത്തിനടിയിലുള്ള റോഡിനോട് ചേർന്നുള്ള മരത്തിലാണ് 1.5 മീറ്ററോളം നീളത്തിൽ കടന്നലുകൾ കൂടുകൂട്ടിയിരിക്കുന്നത്. കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും ഇത് ഒരുപോലെ അപകടമുണ്ടാക്കുന്നു. വാർഡ് മെമ്പർ രാജൻ പൊലിയാടത്തിന്റെ നേതൃത്വത്തിൽ കടന്നൽക്കൂടിൽ വാഹനങ്ങൾ മുട്ടാതിരിക്കാൻ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. അന്തിക്കാട് പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് രാത്രി സമയത്ത് തേനീച്ചക്കൂട് നശിപ്പിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകി. ഇടവേള. ഹലോ അങ്കിൾ, രാവിലെ മഞ്ഞും തണുപ്പും കൊണ്ടുള്ള ഈ ഓട്ടം ഇതുവരെ നിർത്താറായില്ലേ? ഒന്നും പറയണ്ട, അല്ലാതെ ഞാൻ എന്തോന്ന് ചെയ്യാനാ? വീട്ടിലിരുന്നോണ്ട് തന്നെ എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യമുള്ളപ്പോ എന്തിനാ അങ്കിളെ ഈ ബുദ്ധിമുട്ടുന്നേ? മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തെക്കേ പമ്പിന് തെക്കുവശം, തൃപ്രയാർ. ജീവിതാസ്വാദനം ആരോഗ്യ പരിപാലനത്തിലൂടെ. ഫീൽ ഫിറ്റ്, ഫീൽ ഗുഡ്. മാക്സ് ഫിറ്റ്നസ്, ഓതറൈസ്ഡ് ഡീലർ ഓഫ് മാക്സ് ഫിറ്റ്നസ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. ട്രെഡ്മിൽ, ഓർബിട്രാക്, എബി ലോഞ്ച്, എബി കിങ് തുടങ്ങിയവ ന്യായവിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ വീട്ടുവാതുക്കൽ ലഭിക്കുന്നു. ഇറക്കുമതി ചെയ്യപ്പെട്ട അത്യാധുനിക വ്യായാമ ഉപകരണങ്ങളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മേക്കാട്ടുകുളം ഹെൽത്ത് കെയർ ട്രേഡേഴ്സ്, തൃപ്രയാർ. ഫോൺ 0487239347. മൊബൈൽ 9656003547. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. ഗാർഡൻ സെറ്റിംഗ്, ഗാർഡൻ സർവീസിംഗ്, ഇന്റർലോക്ക്, ടൈൽ സപ്ലയേഴ്സ്. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. നിങ്ങളുടെ വീട്ടുമുറ്റങ്ങൾക്ക് മനോഹാരിതയുടെ വർണ്ണശോഭ ഇനി എല്ലോന ഗാർഡനിലൂടെ. പച്ച പുതച്ച പുൽത്തകിടികളിൽ വർണ്ണ വസന്തം വിരിയിക്കുന്ന പൂക്കളാൽ സമ്പന്നമായ വീട്ടുമുറ്റം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി നൽകുന്നു. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. വ്യത്യസ്തവും നൂതനവും ആധുനിക രീതിയിലുള്ളതുമായ മോൾഡുകളിൽ തയ്യാറാക്കിയ ഈടുറ്റ ഇന്റർലോക്ക് ടൈൽസ്. വീടിന്റെ ഭംഗി ഇനി തൊടിയിലും വിടരട്ടെ. ഇന്ന് തന്നെ ബന്ധപ്പെടുക. എല്ലോന ഗാർഡൻസ്, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. എല്ലോന ഗാർഡൻസ്, തെക്കേമഠം ബിൽഡിംഗ്, തെക്കേമഠം റോഡ്, തൃശൂർ. ഫോൺ 9495041227. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ. 0487227372. എല്ലോന ഗാർഡൻ, പഴുവിൽ വെസ്റ്റ് ആൻഡ് തൃശൂർ.
റൂറൽ IT ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുത്ത PSC കേരള സർക്കാർ അംഗീകൃത സീഡിംഗ് സെന്ററായ വലപ്പാട് ITDCയിൽ കമ്പ്യൂട്ടർ പഠനത്തോടൊപ്പം ഇനി സമ്മാനമഴയും. കമ്പ്യൂട്ടർ കോഴ്സുകളിൽ ചേരുന്ന എല്ലാവർക്കും ജോബ് പ്ലേസ്മെന്റിനൊപ്പം ഉറപ്പുള്ള സമ്മാനങ്ങളും. കൂടാതെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, സൈക്കിൾ തുടങ്ങി നിരവധി സമ്മാനങ്ങളും ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു. വെക്കേഷൻ കോഴ്സുകൾക്കും ഈ പദ്ധതി ബാധകമാണ്. നിങ്ങളുടെ സീറ്റുകൾ ഇന്നു തന്നെ ഉറപ്പാക്കൂ. ITDC കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, പോസ്റ്റ് ഓഫീസിന് മുകളിൽ, വലപ്പാട്. വാർത്തകൾ തുടരുന്നു. എടമുട്ടം SNS സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5:30 നടന്ന ഗണപതി ഹോമത്തോടെ മഹോത്സവ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ഉഷപൂജ, ബ്രഹ്മകലശ പൂജ, പന്തീരടി പൂജ എന്നിവ നടന്നു. തുടർന്ന് ശതകലശാഭിഷേകവും ശ്രീഭൂതബലിയും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നാരായണൻകുട്ടി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വായനാ വാരത്തോടനുബന്ധിച്ച് പെരിങ്ങോട്ടുകര സെറാഫിക് ഗേൾസ് ഹൈസ്കൂളിൽ ദ്വിദിന പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ആലീസ് ബുക്ക് സ്റ്റാളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പുസ്തക പ്രദർശനം താന്യം ഗ്രാമപഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ CT ജോസ് ഉദ്ഘാടനം ചെയ്തു. വ്യാഴം, വെള്ളി ദിനങ്ങളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. തൃപ്പയാർ സെന്ററിൽ ഗുണ്ട ആക്രമണം, 2 യുവാക്കൾക്ക് പരിക്ക്. വ്യാഴാഴ്ച രാത്രി 7:30ഓടെയാണ് തൃപ്പയാർ സ്വദേശികളായ ഫൈസൽ, ഫഹ്വാസ് എന്നിവർക്ക് ക്രൂര മർദ്ദനമേറ്റത്. ഇരുട്ടിന്റെ മറവിൽ എത്തിയ ഗുണ്ടാ സംഘം ഇരുവരെയും സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അക്രമി സംഘമെന്ന് സംശയിക്കപ്പെടുന്ന 3 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിമ്പുറം സ്വദേശികളായ ഹനീഷ് ബാബു, മധു, ദിനേശ് നാരായണൻ എന്നിവരെയാണ് അറസ്റ്റിലായത്. ഇതിൽ മധു എന്ന പ്രതിയുടെ പക്കൽ നിന്നും 25,000 രൂപ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പണം എവിടെ നിന്നു ലഭിച്ചു എന്നതിന് മറുപടി നൽകാൻ ഇയാൾക്കായിട്ടില്ല. ഈയിടെയായി തൃപ്പയാർ സെന്ററിൽ ഗുണ്ട ആക്രമണങ്ങളും പിടിച്ചുപറിയും വ്യാപകമാകുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. എന്നാൽ ഇത്തരം ക്രിമിനൽ നടപടികൾക്കെതിരെ പോലീസ് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. നാട്ടിക യാസിം പള്ളിയിൽ ഉസ്താദായി ജോലിക്കെത്തിയ മധ്യവയസ്കൻ പള്ളി കമ്മിറ്റിയെയും സമുദായത്തെയും കബളിപ്പിച്ചതായി പരാതി. 4 മാസങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിലുള്ള മൊല്ലാക്കയാണ് 50 വയസ്സോളം പ്രായമുള്ള ഇയാളെ പള്ളിയിൽ നിയമിച്ചത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പള്ളിയിൽ വന്നിരുന്ന മൊല്ലാക്ക കുട്ടികൾക്ക് ദറസ് എടുത്തിരുന്നു. എന്നാൽ പള്ളിയിൽ സ്ഥിരതാമസക്കാരനായ ഉസ്താദ് ബാങ്ക് വിളിക്കാനോ മറ്റു പ്രാർത്ഥനാ ചടങ്ങുകളോ നടത്തിയിരുന്നില്ല. അടുത്തുള്ള വീടുകളിൽ നിന്ന് 3 നേരം ഉസ്താദിനുള്ള ഭക്ഷണം എത്തിച്ചിരുന്നു. ദിവസവും കടലോരത്ത് കസേരയുമായി ചെന്നിരിക്കുമായിരുന്ന ഉസ്താദ് കടലോരത്ത് വലിയ ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. തുടർന്ന് പള്ളിയിലെത്തിയും വലിയ ശബ്ദം മൈക്കിലൂടെ പുറപ്പെടുവിക്കുമായിരുന്നു.
എന്നാൽ ആദ്യമൊക്കെ മലയാളം സംസാരിച്ചിരുന്ന ഉസ്താദ് പിന്നീട് മലയാളം അറിയില്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഭക്ഷണവുമായി എത്തിയ പെൺകുട്ടിയെ ഭക്ഷണപാത്രം കൊണ്ട് അടിക്കുകയും അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പള്ളി കമ്മിറ്റിക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പള്ളിയുടെ ദൈനംദിന കാര്യങ്ങളിൽ സഹായിയായ മധ്യവയസ്കനെയും ഇയാൾ ഉപദ്രവിച്ചു. വിവരമറിഞ്ഞെത്തിയ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ഇയാളെ മർദ്ദിക്കുകയും മുറിയിൽ കെട്ടിയിടുകയും ചെയ്തു. ये मस्जिद में काहे के लिए आया? यह हमारा पहले का घर था। पहले का घर? जब मैं श्री रामचंद्र जी था, हमको 14 बरस का वनवास मिला था, तो जब यह घर था 14 बरस का वनवास मिला था, जब कोई घर है मेरा 14 बरस का वनवास मिला था, जब कोई यह मेरा घर है। यह मस्जिद नहीं है। मस्जिद आप बताऊं कि शीतला आप बताऊं कि मस्जिद यहाँ पर था, और वह शीतला मस्जिद को आप है, और शीतला मस्जिद को आप बताऊं कि शीतला मदरसा था, शीतला आप बताऊं कि स्कूल था, शीतला आप बताऊं कि बालवाड़ी था, शीतला आप बताऊं कि शीतला आप बताऊं कि बालवाड़ी था, और बालिका बाड़ी था, और शीतला स्कूल था। शीतला स्कूल के पास में बालिका बाड़ी था, बच्चियों का स्कूल था। वहाँ पर शीतला एक बालिका बाड़ी थी। പിന്നീടാണ് താൻ മുസൽമാനല്ലെന്നും യദുകൃഷ്ണൻ എന്നാണ് പേരെന്നും മതം മാറി എത്തിയതാണെന്നും തനിക്ക് പള്ളിക്കാര്യങ്ങൾ വശമില്ലെന്നും മധ്യവയസ്കൻ പറഞ്ഞത്. ഇയാൾ ഇപ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 6 മണിക്ക് വീട്ടു തടങ്കലിലായ ഇദ്ദേഹത്തെക്കുറിച്ച് വലപ്പാട് പോലീസിനെ അറിയിച്ചെങ്കിലും വെള്ളിയാഴ്ച രാവിലെ 11 മണിവരെ പോലീസ് എത്തിയില്ല. പിന്നീട് സ്ഥലത്തെത്തിയ പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ഇയാളെ ഇവിടെ എത്തിച്ച മൊല്ലാക്കിയെയും ഇയാളുടെ ബന്ധുക്കളെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ സെറും കളികളെ ഒറ്റക്കുള്ള ജീവിതം 6 മണി 5 മണിയൊക്കെ ആകുമ്പോൾ അയാൾക്ക് ചോറും കഞ്ഞും കൊണ്ടുവരാൻ ഒരു വീട് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ 4 മാസമായിട്ട് ആൾക്ക് നിസ്കാരോ അല്ലെങ്കിൽ ഒന്നു കൊടുക്കാനോ ഈ നിസ്കാരത്തിനെ കുറിച്ച് ഒരു ബാങ്ക് കൊടുക്കാൻ ഈ പള്ളിയിൽ കാണിച്ചിട്ടില്ല, സന്മനസ് കാണിച്ചിട്ടില്ല. അയാൾക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അയാളോട് ഹിന്ദിയിൽ നമ്മൾ ചോദിച്ചപ്പോ അയാൾ ഹിന്ദിയാണ് പറഞ്ഞത്. അയാളെ വീട് അയോധ്യയിലാണ്. അയാളെ പേരെന്തത്? ശ്രീരാമചന്ദ്രൻ എന്നാണ് അയാളെ പേരെന്നും പറയുന്നത്. അപ്പൊ ഇങ്ങനെ സംഭവം അതിന്റെ ഉള്ളിലുണ്ട്. അയാൾ ഇന്നലെ 6 മണിക്ക് കിട്ടിയിട്ടാണ്, ഇതുവരെയ്ക്കും അയാൾ അഴിച്ചിട്ടിട്ടില്ല. ഇപ്പൊ അയാളെ കൊണ്ടുവന്ന ഉസ്താക്കന്മാര് ഞങ്ങൾ വിളിച്ചിട്ട് വരാൻ താല്പര്യം കാണിക്കുന്നില്ല അവര്. അപ്പൊ അതിന്റെ അതിഥികൾ സെക്രട്ടറി വന്നിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, വലപ്പാട് പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് സംസാരിക്കാം. ഇയാള് ഇതിന്റെ ഈ പള്ളിനെ കൊണ്ടടക്കുന്ന ആള് മുമ്പേക്കാന്ന് പറഞ്ഞ ആള്, പല്ല മുമ്പെന്ന ആള്, ഇപ്പൊ മുമ്പേക്കാന്ന് പറഞ്ഞ ആള് തട്ടുമൊളി കയറിയിട്ട് ഇരുമ്പടി എടുത്തുള്ള അടിക്കാൻ ഓടിപ്പിച്ചു. പിന്നെ വൈകിട്ട് ചോറുണ്ടെന്ന് എന്റെ വീടിന്റെ അവിടെയുള്ള പെൺകുട്ടിന് ചോറുണ്ട്. ആ ചോറുണ്ടെന്ന നേരത്ത് ആ ചോറുണ്ടെന്ന പാത്രം കൊണ്ട് ആ പെൺകുട്ടിനെ എറിഞ്ഞു. അങ്ങനെയൊക്കെയാണ് അയാൾ സംഭവങ്ങളുണ്ടായിരുന്നു. മനസ്സിലായിട്ട് ഇതുവരെയും പ്രശ്നങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അയാൾ കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ അയാൾ ഹിന്ദി സംസാരിച്ചു. ഹിന്ദി സംസാരിച്ചപ്പോൾ അയാളെ വീട് നാട് ഒക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞാൽ ഇത് പള്ളിയല്ല, അയാളെ വീടാണെന്നാണ് പറഞ്ഞത്. അയാൾ ആദ്യം താമസിച്ചിരുന്നത് അയോധ്യയിലാണെന്നാണ് താമസിച്ചിരുന്നത് പറഞ്ഞത്. അയാളെ പേരും പറഞ്ഞു. ഇപ്പൊ അയാളെ കൊണ്ടുവന്നിരിക്കുന്ന പൊന്നാനി പള്ളിന്നല്ലേ, ചാവക്കാട് പള്ളിയിൽ നിന്ന്, മണത്തല പള്ളിയിൽ നിന്നാണ് ഇയാളെ കൊണ്ടുവന്നിരിക്കണത്. അന്ന് ഇയാളെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ 2 കാറും 3 കാറും വെച്ചിട്ട് 6 മണി നേരത്തോടെ വരാം. നാട്ടിക ഗ്രാമപഞ്ചായത്ത്, നാട്ടിക പ്രാഥമികാരോഗ്യ കേന്ദ്രം, നാട്ടിക SN കോളേജ്, NSS യൂണിറ്റും സംയുക്തമായി പകർച്ചവ്യാധികൾ തടയുന്നതിനായി ഗ്രാമപഞ്ചായത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കുക എന്ന സന്ദേശവുമായി ഗൃഹ സന്ദർശനത്തിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നാട്ടിക SN കോളേജിൽ വെള്ളിയാഴ്ച നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കാലവർഷവും രാജ്യത്തെ കെടുതിയിലാഴ്ത്തിയിരിക്കുകയാണ്. നമുക്കറിയുന്നതുപോലെ ഹിമാലയത്തിൽ നിർത്താതെ പെയ്യുന്ന മഴ വടക്കേ ഇന്ത്യയിൽ ദുരന്തം വിതക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കിടപ്പാടം വിട്ട് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ അനുദിനം എന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളായ കേദാർനാഥ് ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ലക്ഷ്യത്തിലെത്താതെ മരണത്തോട്
മുഖാമുഖം കാണുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. അവിടെ കേന്ദ്ര സർക്കാരിന്റെ നിരന്തരമായ ജാഗ്രതയും ഇടപെടലും യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നത് വലിയ ആശ്വാസം പകരുന്ന വസ്തുത തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്തും സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും നമ്മളെയും വിടാതെ പിന്തുടരും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV വിമൽകുമാർ അധ്യക്ഷത വഹിച്ചു. SN കോളേജ് പ്രിൻസിപ്പാൾ ഇൻചാർജ് PR ശ്രീജിത്ത്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലിജി നിതിൻ, ശ്രീദേവി മാധവൻ, KP സുഗദാസ്, പൊതുപ്രവർത്തകരായ PSP നസീർ, CS മണികണ്ഠൻ, NSS യൂണിറ്റ് ഹെഡ് പ്രൊഫസർ KP രമ, സെക്രട്ടറിമാരായ നീലകണ്ഠൻ, ജെസി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഡേവിസ് സ്വാഗതവും VR വിജയൻ നന്ദിയും പറഞ്ഞു. ഒരു ഇടവേള കൂടി. അറിവിന്റെ വിസ്മയവുമായി ശ്രേയസ് പുതിയ അധ്യയന വർഷത്തിലേക്ക്. വിദ്യാധനത്തിന്റെ വിശ്വാസ്യത, ആത്മാർത്ഥമായ അധ്യാപനത്തിലൂടെ റെഗുലർ ട്യൂഷൻ ബാച്ചുകൾ ഏപ്രിൽ 1 ആരംഭിക്കുന്നു. 5 മുതൽ 10 വരെയുള്ള സ്റ്റേറ്റ് CBSE ബാച്ചുകൾ ചേർപ്പ് തൃപ്രയാർ ബ്രാഞ്ചുകളിൽ ഏപ്രിൽ 1 മുതൽ. +1, +2 സയൻസ് കോമേഴ്സ് ബാച്ചുകൾ, PSC ബാച്ചസ് ഫോർ LDC HSA സെറ്റ് 2013. മാസം തോറും മാതൃകാ പരീക്ഷകൾ, മോട്ടിവേഷൻ സെമിനാറുകൾ, സുദൃഢമായ അധ്യാപക രക്ഷാകർതൃബന്ധം. കൂടാതെ ശ്രേയസിന്റെ അധ്യാപക ഗവേഷണ വിഭാഗം മെനഞ്ഞെടുക്കുന്ന നൂതന ബോധന തന്ത്രങ്ങൾ. ഇത്തരം കഠിന പരിശീലനങ്ങളിലൂടെ നിങ്ങളുടെ കുട്ടിക്കും വിജയിക്കാതിരിക്കാനാവില്ല. ശ്രേയസ് അക്കാദമി, റിലീഫ് കോംപ്ലക്സ്, പൂച്ചനിപ്പാടം റോഡ്, പെരുമ്പിളിശ്ശേരി. ബ്രാഞ്ചസ് നിർമാല്യം ബിൽഡിംഗ്, ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശം, ചേർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ഫോൺ 0487-321-2126. മൊബൈൽ 9946209711. മെഡിക്കൽ ക്യാമ്പ് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. കതീജുമ, വണ്ടിയിൽ സ്ഥലമുണ്ട്, വേണേ കയറിക്കോളി. ക്യാമ്പിൽ ഇന്ന് മരുന്ന് ഫ്രീ ആണെന്ന്. മായിൻകുട്ടി, ഈ കണ്ട പ്രായത്തിനിടയില് നമ്മള് കൊറേ ക്യാമ്പ് സർക്കസ് ഒക്കെ കണ്ടിട്ടുള്ളതാ. നീ KC മോഹനം വൈദ്യരുടെ വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാലേ ഈ വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഒരു പ്രാവശ്യം പോയാ പിന്നെ ഈ ക്യാമ്പും വേണ്ട, ഓസിന് മരുന്നും വേണ്ട. അതേനേ, നമ്മുടെ കിഴക്കേലെ രാഘവൻ ഒരു വശം തളർന്ന് കിടന്ന് കിടപ്പായി പോയില്ലേ? വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രത്തിലെ മരുന്ന് കഴിച്ച പിന്നെ ഓന്തേ വീണ്ടും നടക്കാൻ തുടങ്ങി. ഉളുക്കുവെട്ട്, അപ്പം വെക്കൽ, കിഴിവെക്കൽ, അങ്ങനെ ഒരുപാട് പാരമ്പര്യ ചികിത്സാ രീതികൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. KC മോഹനൻ വൈദ്യർ, വയനാടൻ പച്ചമരുന്ന് ചികിത്സാ കേന്ദ്രം, പോളി ജംഗ്ഷൻ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ, വലപ്പാട് PO, തൃശൂർ.